പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. എല്ലാവർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം. നാം വാരഫലത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത് 1201 ചിങ്ങമാസം 11-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നമ്മുടെ ഇംഗ്ലീഷ് മാസത്തിൽ 2025 ആഗസ്റ്റ് 27 മുതൽ ചിങ്ങം 2-ാം തീയതി വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ബുധനാഴ്ച ഓഗസ്റ്റ് 27 വരുന്നത് ചിത്ര നക്ഷത്രത്തിലാണ്. അപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. രണ്ടാമത്തെ രാശി ഇടവത്തിൽ ഗ്രഹങ്ങളില്ല. മൂന്നാമത് മിഥുനത്തിൽ വ്യാഴം. നാലാമത് കർക്കിടകത്തിൽ ബുധ ശുക്രന്മാർ. അഞ്ചാമത് ചിങ്ങത്തിൽ സൂര്യനും കേതുവും. ആറാമത് കന്നിയിൽ ചൊവ്വയും ചന്ദ്രനും. 11-ാം ഭാവത്തിൽ മേടത്തിൻ്റെ 11-ാം ഭാവത്തിൽ രാഹുവും 12-ാം ഭാവത്തിൽ ശനിയും നിൽക്കുന്നു. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ്. നിങ്ങളുടെ ഈ വാരത്തെ അനുഭവങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് രാശിയിൽ രാഹു നിൽക്കുന്നു. 2 ശനി, 5 വ്യാഴം, 6 ബുധ ശുക്രന്മാർ, 7-ാം ഭാവത്തിൽ രവി കേതു, അഷ്ടമത്തിൽ ചന്ദ്രനും ചൊവ്വയും. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. കുംഭൻ രാശിക്കാർക്ക് പ്രായേണ ഭാഗ്യാധിപനായ ശുക്രൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു ബുധനോടുകൂടി. ഒരു നല്ലൊരു യോഗമല്ലത്. പലപ്പോഴും തങ്ങളുടെ സൗഭാഗ്യം തരുന്ന മക്കൾ തനിക്ക് പലപ്പോഴും പ്രയാസങ്ങളുണ്ടാക്കാം. മക്കൾ ചെയ്യുന്ന പല തെറ്റുകളും മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കാൻ പര്യാപ്തമാകുന്നതാണ്. വളരെയധികം ശ്രദ്ധിക്കുക. താൻ പോലും എടുക്കുന്ന പല തീരുമാനങ്ങളും പാളിപ്പോകും. മക്കൾ ശത്രുക്കളായിട്ട് വരുന്ന സമയമാണ്. ദയവേത് മക്കളോട് തർക്കിക്കാനൊന്നും പോകണ്ട. അത് ഭാര്യയായാലും മക്കളായാലും. കാരണം ഇവിടെ ജാതകത്തിലേക്ക് 7-ാം ഭാവത്തിൽ സൂര്യൻ പ്രബലമായി നിൽക്കുന്നു. സ്ത്രീബിർഗത പരിഭവം മതകേ പതങ്കേ. 7 സൂര്യൻ വന്നാൽ സ്ത്രീകൾക്ക് പരിഭവം ഉണ്ടാകും. ഇവിടെ അഷ്ടമത്തിൽ ചന്ദ്രനും ചൊവ്വയുമുണ്ട്. ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കുക, ജാഗ്രത പാലിക്കണം. കണ്ണ് സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, അപ്രകാരം തന്നെ യൂറോളജി മൂത്രാശയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, അതിനുമപ്പുറം വളരെയധികം പൈൽസുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങളെല്ലാം തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. മാസം മാറുമ്പോൾ, മഴക്കാലമാകുമ്പോൾ വൈറൽ ഫീവർ, അതിസാരം, ഛർദി മുതലായ രോഗങ്ങളെയും പേടിക്കണം. ഇവിടെ 5-ൽ വ്യാഴമുണ്ട്. പക്ഷെ അതൊരു ഫലത്തിൻ്റെ അവസാന സമയത്ത് തനിക്ക് ഗുണകരമായി ഭവിക്കില്ല. കുംഭൻ രാശിക്കാർ വളരെയധികം ജാഗ്രത പാലിക്കണം ഈ ഒരു വാരക്കാലം. കാരണം ആ ഒരു ഗ്രഹത്തിൻ്റെ സ്ട്രക്ചർ അത്ര നല്ലതല്ല. അതിനാൽ പലപ്പോഴും സാമ്പത്തിക വിഷയത്തിൽ ഇടപെടുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കുക. പല സൗഹൃദങ്ങളും നഷ്ടപ്പെട്ടു പോകും. പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടും. രജിസ്ട്രേഷൻ ആകുന്ന സമയത്തായിരിക്കും താൻ ചതിക്കപ്പെട്ടെന്ന് അറിയുക. ആധാരത്തിൽ കൃത്രിമത്വമുണ്ട്, അടിയാധാരത്തിലുണ്ട്, പട്ടയമില്ല എന്ന് തുടങ്ങിയ വിഷയങ്ങളൊക്കെ അറിയുന്ന സമയമായിരിക്കും. അപ്പോൾ മാനസികമായി വളരെയധികം പ്രയാസങ്ങൾ വരാം. പൂർവികമായ സ്വത്തൊക്കെ വിൽക്കുമ്പോഴും ശ്രദ്ധിക്കണം. ആരെയും ചതിക്കാനോ തന്നെ ആരും ചതിക്കാനോ പാടില്ല എന്ന് ശ്രദ്ധിക്കുക. പലപ്പോഴും പല യാത്രകളിലും ശത്രുക്കൾ ധാരാളം തന്നെ പിറകെ ഉണ്ടാകും. ഇവിടെ 7-ാം ഭാവത്തിൽ സൂര്യൻ വളരെ ബലവാനാണ്. പക്ഷേ സൂര്യൻ മാരകസ്ഥാനാധിപനാണ്. അതിനാൽ കുംഭൻ രാശിക്കാർ ഈ ഒരു ആഴ്ച ജാഗ്രത പാലിക്കണം. അടുത്ത വാരം ബുധൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ചന്ദ്രൻ്റെ മാറ്റവും 2 ദിവസം കൊണ്ട് കഴിയും. ഇവിടെ നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംബായസം ചെയ്യണം. ആരോഗ്യ വിഷയത്തെ ജാഗ്രത പാലിക്കുക. പിന്നീട് എപ്പോഴും നാഗക്ഷേത്രത്തിൽ ആയില്യപൂജ, സർപ്പബലി, അല്ലെങ്കിൽ നാഗങ്ങൾക്ക് നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുന്നത് വളരെയധികം ഗുണങ്ങളും ചെയ്യും. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ പേരിൽ കർഗോഹോമം ചെയ്യണം. 12 വയസ്സിന് മുകളിലാണെങ്കിൽ അവരുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ പുഷ്പാഞ്ജലിയോ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. എല്ലാ കുംഭൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.